അതാണ് ഹഡ്സൺ ടൈലർ പറഞ്ഞത്, God's work done by God's man in God's place in God's way will never lack of any God's support. ദൈവം പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവം പറയുന്ന സ്ഥലത്തും സമയത്തും ദൈവം പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ സഹായത്തിന് ഒരു കുറവും വരത്തില്ല. അവൻ പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. അവനവിടെ കൊണ്ടെത്തിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആരും സഹായിക്കുവാൻ ഇല്ലാത്ത ഇടമാണ് നോക്കുക. ഇതാ ദൈവം അവിടെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അബ്രഹാമേ, നീ എത്തുന്നതിന് മുന്നേ നിനക്ക് യാതൊരു കഴിക്കുമ്പോൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ഇന്ന് ഭാരപ്പെടുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ കുറിച്ച് അത് എങ്ങനെ കാര്യങ്ങളെന്ന് ഭാരപ്പെടുമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നത് നോക്കുക. എനിക്ക് വേണ്ടുന്നത് ദൈവം ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവനവർക്ക് ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവനവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ ഇതാ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ജനത്തെ പരീക്ഷിക്കുകയാണ്. മിസ്രൈമിലെ അത്ഭുതങ്ങൾ കണ്ട ജനത്തിന്റെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട്? ചെങ്കടൽ വിഭജിച്ചത് കണ്ട ജനത്തിന്റെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട്? മരുഭൂമിയിൽ അത് മേഘസ്തംഭവും അഗ്നിത്തൂണും നൽകി അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ശക്തിമാന്മാരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്നതായ ജനത്തിന്റെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട് എന്ന് അറിയുവാൻ ഒരു പരീക്ഷ നടത്തുകയാണ്, ഒരു പരിശോധന നടത്തുകയാണ്. അതെന്താണ്? 22 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. 22 വാക്യങ്ങൾ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് പശ്ചാത്തലം. അവിടെ വെച്ച് ദൈവം അവരെ പരീക്ഷിക്കുകയാണ്. വിളിച്ചു വരുത്തിച്ചത് ആരാണ്? ദൈവമാണ്. എല്ലാം കൊടുക്കുന്നതാണ് ദൈവമാണ്. വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് അവൻ ദൈവമാണ്. ഇവിടെ പാല പിടിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതും ദൈവമാണ്. മേഘസ്തംഭം അത് അവർക്ക് നൽകി, അഗ്നിത്തൂണ് നൽകി യാത്രയെ നിയന്ത്രിച്ചു കൊടുക്കുന്ന ദൈവമാണ്. എന്നാൽ ഇതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശൂർ മരുഭൂമിയിലൂടെ 3 ദിവസം വെള്ളമില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥയിൽ അതാ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ ലഭിച്ചത് കൈപ്പുള്ള വെള്ളമാണെങ്കിൽ ഇത് പകൽക്കാലം ഓർത്തുകൊള്ളുക. അതൊരു പരീക്ഷണ, ഒരു ഛായയുടെ കടത്തിവിടുന്ന അവസ്ഥയാണ്. പരിശോധനയുടെ ദൈവജനത്തെ കടത്തിവിടുന്ന അവസ്ഥയാണ്. ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ വിളിച്ചു വേദനിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തീയ ജീവിതം വിശുദ്ധിയോടുള്ള ദൈവത്തിന്റെ ജനമേ, പരിശോധനയുടെ ദൈവം കടത്തിവിട്ട് എത്രത്തോളം വളർന്നു മനസ്സിലാക്കുവാൻ, എത്രത്തോളം വിജയിച്ചത് മനസ്സിലാക്കുവാൻ ഇതാ ഒരു പുതിയ പരിശോധനയുടെ ദൈവത്തിന്റെ ജനത്തെ നടത്തുകയാണ്. ദൈവത്തിന് ഒരു സെക്കൻഡ് വേണ്ട നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ. ഒരു സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് പരിഹാരം നൽകുവാൻ. എന്നാൽ എന്റെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ സൂർമരുഭൂമിയിലും ഭാവിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളുടെ പരാജയപ്പെട്ടു പോയല്ലേ, നമ്മൾ പിറുമുറുക്കിയാണ്. ആ പരിശോധനയിൽ അവർ പരാജയപ്പെട്ടു. അവിടെ വെച്ചൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അതെന്താണ്? അത് വായിക്കാം. അതുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ഈ ചട്ടവും പ്രമാണവും ഒക്കെ അനുസരിച്ച് നടന്നാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു ബാധ്യത നിനക്ക് വരുത്തുകയില്ല. എന്നാൽ നമുക്കറിയാം
അതേ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അതുപടി അനുസരിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് പലപ്പോഴും വിജയിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, അതിനപ്പുറത്തൊരു കാര്യം പറയുകയാണ്, ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ, അത് ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വന്നാൽ, ജീവിതത്തിലുള്ള ഏറ്റുപറഞ്ഞാൽ, അത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. യഹോവ റഫ നമ്മൾ പറയുന്നത് യഹോവ റഫയാണ്. ദൈവത്തിന് സ്വന്തം. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ചോദിച്ചാൽ ഒരു കാര്യം പ്രാർത്ഥന ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് ഇന്ന് പകലിൽ ആരാധനാക്കിയ ചിലർക്ക് സൗഖ്യമുണ്ടാകണം, രോഗ സൗഖ്യമുണ്ടാകണം. ഈ ഭാഗം അത് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഭാഗം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി, ഇന്ന് പകലിൽ ശാരീരിക അസ്വസ്ഥത ചില പ്രിയമുള്ളവരെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവനെ അടിപ്പിളകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവനെ സകല അകത്യം മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അല്ലെങ്കിൽ സാക്ഷാൽ രോഗങ്ങൾ വഹിച്ചു, നമ്മുടെ വേദന അവൻ ചുമന്നു. ഒരു ദൈവശക്തി ഭവിക്കുന്നത് വ്യാപരിക്കുവാൻ രോഗമുള്ള ഭാഗത്ത് രോഗികളെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവശക്തി അതെ അതിവേഗമുള്ള വരണം. അതെ രോഗങ്ങളെ ദൂരത്തും കാരണമുള്ള സ്ത്രീകളുടെ ശക്തി വ്യാപരിക്കുവാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. സൗഖ്യമാക്കുന്ന യഹോവയാണ്. സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഇതാ അതെ ഇതിലൂടെ കടത്തിവിട്ടത് ഒരു പുതിയ ദൈവത്തെ കുറിച്ചുള്ളതായ ഒരു പുതിയ വെളിപ്പാട് തരുവാൻ വേണ്ടിയാണ്. അതെ അതിനെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തെ കുറിച്ചുള്ള പുതിയ വെളിപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള പുതിയ അറിയുക, അടുത്ത ലെവലിലേക്ക് എനിക്ക് ഉയർത്താൻ വേണ്ടി ഒരു പരിശോധന നടത്തുകയാണ്. അല്ലെങ്കിൽ പകരക്കാലം അത് ശാരീരികമായ അസ്വസ്ഥതയുള്ളവർ അത് തങ്ങൾ ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും തങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷാൽ രോഗികളെ അവൻ വഹിച്ചു, വേദന ചുമന്നു. പകരക്കാലം ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുവാൻ സാക്ഷാൽ രോഗികളെ അവൻ വഹിച്ചതിന് എല്ലാ വേദന ചുമതല അടിസ്ഥാനങ്ങളാൽ അവൻ സൗഖ്യമാക്കി. അതേ വിടുവിക്കുന്നവരാണ്. അവൻ ആത്മരക്ഷകൻ, അവൻ സൗഖ്യനായകൻ, അവൻ യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, അവൻ ജീവവയം നമ്മെ സൂക്ഷിക്കുന്നവരാണ്, അവൻ കാക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം ചേർന്നമായി എല്ലാവരും അത് ഇന്നൊരു രോഗ സൗഖ്യം ആവശ്യപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തോടെ അതെ അവൻ സൗഖ്യമാക്കുക യഹോവ റഫ, യഹോവ റഫ. പകൽക്കാലം ചേർന്നമായി അത് സാക്ഷാൽ രോഗികളെ അറിയിക്കുക, എന്റെ വേദനകൾ ചുമന്നവരാണ്, അടിക്കുന്നവരാണ്, അവൻ സൗഖ്യമാക്കുന്നവരാണ്. വിശ്വാസത്തോടെ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിന, എല്ലാ വേദനയും അവൻ ചുമന്നതിന. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിന, ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ കൈയൊടുത്തിടുമേ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ കൈയൊടുത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയി അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയി അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. നാദിലും ജ്വാല നമ്മെ നടത്തിയിടുമേ. നാദിലും ജ്വാല നമ്മെ നടത്തിയിടുമേ. ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ കൈയൊടുത്തിടുമേ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ കൈയൊടുത്തിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. നിത്യാന
ഇമ്മാനുവേലവൻ നടത്തിയിടുമേ നിത്യാനന്ദം നമ്മിൽ ഇന്നും ഇമ്മാനുവേലവൻ നടത്തിയിടുമേ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ ശുദ്ധാത്മാവായവൻ നമ്മെ സാക്ഷാത്രോഗങ്ങൾ അവൻ വഹിച്ചതിന എല്ലാ വേദനയും അവൻ ചുമന്നതിന സാക്ഷാത്രോഗങ്ങൾ അവൻ വഹിച്ചതിന എല്ലാ രോഗങ്ങളും അവൻ ചുമന്നതിന അനുഗ്രഹരാൽ അവൻ സൗഖ്യമാക്കി ഇമ്മാനുവേലൻ നടത്തിയിടുമേ അനുഗ്രഹരാൽ അവൻ സൗഖ്യമാക്കി ഇമ്മാനുവേലൻ നടത്തിയിടുമേ Hallelujah, അവൻ സൗഖ്യദായകൻ Hallelujah, അവൻ ആത്മരക്ഷകൻ Hallelujah, അവൻ സൗഖ്യദായകൻ Hallelujah, ശുദ്ധാത്മാവായവൻ നമ്മെ കൈയൊഴിയുമേ Hallelujah, ശുദ്ധാത്മാവായവൻ നമ്മെ കൈയൊഴിയുമേ അവൻ ആത്മരക്ഷകൻ Hallelujah, അവൻ സൗഖ്യദായകൻ Hallelujah, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയൊരുക്കിയിടുമേ Hallelujah, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയൊരുക്കിയിടുമേ Hallelujah, അവൻ ആത്മരക്ഷകൻ Hallelujah, അവൻ സൗഖ്യദായകൻ Hallelujah, അവൻ ആത്മരക്ഷകൻ Hallelujah, അവൻ സൗഖ്യദായകൻ Hallelujah, ശുദ്ധാത്മാവായവൻ